നിന്റെ ഫോൺ എന്തി? ഈ പൗച്ച് ഇതുവരെ മാറ്റാറായില്ലേ? കളറെല്ലാം മങ്ങിയല്ലോ. ചേഞ്ച് ചെയ്യണം. ഓ, പുതിയ പൗച്ച് നമുക്ക് ഓർഡർ ചെയ്യാം. ഓക്കെ, വന്നിട്ടുണ്ട്. ഞാൻ ഫോൺ കേസ് ഓർഡർ ചെയ്ത പൗച്ച് നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അൺബോക്സ് ചെയ്യണേ. നമ്മൾ അവരുടെ പൗച്ച് നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്. ചെറിയ ബോക്സിനകത്താണ് പൗച്ച് ഉണ്ടാക്കുന്നത്. നമ്മൾ പൗച്ച് വന്നിരിക്കുന്നു. അത് വേറെ കത്തിച്ചൊന്നുമില്ല, കാലിയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ പൗച്ച് വന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പൗച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഭയങ്കര പ്രൊട്ടക്ഷൻ, അങ്ങനെ പിന്നെ ടച്ച് ഡ്യൂറബിൾ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൾട്ടി ലെയർ പ്രൊട്ടക്ഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. വന്നിട്ട് ഗ്രീൻ കളറാണ് പൗച്ച്. ഓക്കെ, പിന്നെ മേഡ് ഇൻ ചൈന എന്ന് കൊടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വന്നിട്ട് ഇതിനകത്ത് വേറെ മറ്റേ ഇതാണ് നമ്മളെ പൗച്ച് നല്ല കട്ടിയുണ്ട്. അതായത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം 150. നമുക്ക് പ്രോമോ കോഡ് അടിച്ച് 120. അതായത് ഫ്ലിപ്കാർട്ടിൽ നിന്നല്ല മേടിച്ചത്, ഷോപ്സിൽ നിന്ന് നല്ലൊരു സൈറ്റിൽ നിന്നാണ് മേടിച്ചത്. പിന്നെ അത് ഏത് ബ്രാൻഡിൻ്റെ ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി. പിന്നെ നല്ല ഇതായത് ഗ്രിപ്പ് കണക്ക് നല്ല കട്ടിയാണ് ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അത് വേറെ പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ടച്ച് ചെയ്ത് നോക്കട്ടെ. കേസ് നല്ല ഹാർഡാണ് കേട്ടോ, നല്ല ഹാർഡാണ്. നല്ല സൗണ്ട്, നല്ല കട്ടിയുണ്ട്. ഇത് വാങ്ങിച്ച് നമ്മൾ ഷോപ്സിൽ നിന്ന് തന്നെ സൈറ്റ്, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പ്രൈസ് നമ്മൾ അതിനകത്ത് ആ സൈറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ കാര്യം ഞാൻ പറയാം. ഒരു മിനിറ്റ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കേസിനകത്ത് എന്താ സോഫ്റ്റ് മെറ്റീരിയൽ ആണെന്ന് തോന്നല്ലേ. സൈസ് നമ്മൾ ഒരു സൈസ് തുണി കണക്കാം, ഒരു സംഭവം, എന്തോ ഒരു ചെറിയ സോഫ്റ്റ് കണക്കം മെറ്റീരിയൽ. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, നല്ല ക്ലീൻ. പ്രത്യേകിച്ച് ചില പൗച്ചുകളൊക്കെ മേടിക്കുമ്പോഴത്തേക്കും മറ്റേ അവിടെ ഇവിടെയൊക്കെ ഈ സ്കിന്നിന് വിണ്ട് പോയതാണ്. പക്ഷേ ഇത് നല്ല ക്ലീൻ പീസാണ്, നല്ല ക്ലീൻ പീസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഫോണിന് നല്ല ആണ്. എൻ്റെ പെങ്ങളുടെ ഫോൺ മോട്ടറോളയാണ്. നമുക്ക് ഫോണൊന്ന് ഇട്ട് കാണിക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ ഫോൺ ഇട്ട് വന്നത്. ഫോണിൻ്റെ ലുക്ക്, അതായത് ഈ പൗച്ച് ഇടുന്നത് ഫോൺ ഇച്ചിരി ചെറിയ കനം പോലെ തോന്നുന്നു. പക്ഷേ അത്യാവശ്യം നല്ല കൈ ഇരിക്കുമ്പോൾ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഫോണൊക്കെ തൊട്ട് നോക്കാൻ കുഴപ്പമില്ല. നല്ല ഫോൺ, നല്ല സേഫ്റ്റി. ഫോണിന് നല്ല സേഫ്റ്റി, അതായത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ആണ് ഇവിടെയൊക്കെ ഒരുമാതിരി നമുക്ക് പിടിക്കാനുള്ള ഒരു ഇത്. പിന്നെ സൈസ് റബ്ബർ സിലിക്കോണും കൂടെ എന്താ ചെയ്യാവുന്നൊരു മെറ്റീരിയൽ. നമുക്ക് ഞാൻ ആ സൈറ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ സൈറ്റ് കാണിച്ചു തരാം. ഇതാണ് ഞാൻ വന്ന സൈറ്റ്, ഷോപ്സി. എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഷോപ്സി ഇതിനകത്ത് ഇതിപ്പോൾ നമ്മൾ സാധാരണ ഫ്ലിപ്കാർട്ടാണ് ഇത് കൈകാര്യം. ഫ്ലിപ്കാർട്ട് തന്നെയാണ് ഷോപ്സി എന്ന് പറയുന്നത്. പലർക്കും അറിയില്ലായിരിക്കും. പക്ഷേ ഇതിനകത്ത് മേടിക്കുമ്പം ഇതിനകത്ത് ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. ഇപ്പം ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. വാച്ച് ഇതിനകത്ത് ഇപ്പം ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. അതായത് ഇപ്പം ഉദാഹരണം ഫോൺ കേസ്. ഞാൻ ഇപ്പം ഫോൺ കേസ് നടിക്കണേ. എനിക്ക് ഒരു മിനിറ്റ്, കേസ് എന്ന് വെച്ചാൽ മതി. ഫോൺ കേസ് വന്നിട്ടുണ്ട്. ഞാൻ ഫോൺ കേസ് വന്നപ്പോഴത്തേക്കും 157. പിന്നെ ചില ഇതിനകത്ത് ഇപ്പം ചാത്തൻ പ്രോഡക്റ്റ് അങ്ങനെയൊക്കെ കാണും കേട്ടോ. നോയ്സ് എയർമിൻ അതിൻ്റെ എന്ന് വെച്ചാൽ അതിൻ്റെ കവറാണ്. പിന്നെ അതിനകത്ത് ചില ചാത്തൻ പ്രോഡക്റ്റുകളൊക്കെ കാണും. ഓക്കെ, പിന്നെ പൗച്ച് 94. ഈ പൗച്ച് ഇങ്ങനെയൊക്കെയുള്ള പൗച്ചൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിൽ ഇപ്പം മിനിമം ചിലപ്പോൾ 2 ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഈ സൈറ്റിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്ക് ഒന്നെല്ലാം ശ്രദ്ധിക്കുക. അതായത് ചില പ്രോഡക്റ്റിന് റിട്ടേൺ പോളിസി ഉണ്ടായിരിക്കണം. എൻ്റെ പെങ്ങൾ ചില പ്രോഡക്റ്റ് കണ്ടപ്പോഴത്തേക്ക് ടീഷർട്ടൊക്കെ മേടിക്കാൻ നോക്കിയത് അതിനകത്ത് റിട്ടേൺ പോളിസി ഉണ്ടായിരുന്നു. റിട്ടേൺ പോളിസി ഇല്ലായിരുന്നു. ഒരു 200 ബിലോ ഉള്ളതിന് ചിലതിന് ഇപ്പം അത്യാവശ്യം നമ്മൾ 100 രൂപയ്ക്ക് എടുക്കുന്ന പ്രോഡക്റ്റിനാണ് റിട്ടേൺ പോളിസി. 200-ൽ താഴെ റിട്ടേൺ പോളിസി സാധനം. ഈ പൗച്ചിനൊക്കെ നമ്മളിത് കറക്റ്റ് ആവും അങ്ങ് മേടിച്ചതാണ്. എന്ന് വെച്ചാൽ
അത്യാവശ്യം നല്ല നമുക്ക് ആ ഒരു പ്രൈസിന് കിട്ടിയപ്പോഴത്തേക്ക് അത് അവർക്ക് റിട്ടേൺ വിടുന്നതിൻ്റെ ഒരു ചാർജിൻ്റെ ഹൈറ്റ് ഉണ്ടായിരിക്കും അവർ റിട്ടേൺ പോളിസി വെക്കാത്ത. ചില പ്രോഡക്റ്റിന് മാത്രമേ റിട്ടേൺ പോളിസി വരത്തുള്ളൂ. അതെല്ലാവരും ഒന്ന് അടിയിൽ നോക്കുക റിട്ടേൺ പോളിസി ഉണ്ടോ എന്ന്. പിന്നെ റിട്ടേൺ ചെയ്യണമെങ്കിൽ അത് കസ്റ്റമർ കെയറിന് കോൺടാക്റ്റിനാണ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രോഡക്റ്റ് എല്ലാവരും മേടിക്കുമ്പോൾ നോക്കി മേടിക്കുക. പിന്നെ റിട്ടേൺ പോളിസി ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ റിട്ടേൺ. ഇതിപ്പോൾ ഇതിനൊന്നും റിട്ടേൺ പോളിസി ഇല്ല. അഥവാ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ നമ്മൾ കസ്റ്റമറിനെ കെയറിനെ കോൺടാക്ട് ചെയ്യേണ്ടി വരും. നമുക്ക് പിന്നെ വേറെ പ്രത്യേകിച്ചും കാര്യങ്ങളൊന്നുമില്ല. ഷോപ്സിയുടെ സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താക്കാം. നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.